ഈ സീസണിലെ രണ്ടാം മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുകയാണ്. കഴിഞ്ഞ കളിയിൽ പഞ്ചാബ് എഫ്സിയോട് തോറ്റ നാണക്കേട് മാറ്റാൻ ഇന്ന് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ പറ്റുള്ളൂ. ലൂണ ഇറങ്ങാത്തതും അതുപോലെ തന്നെ ഡയമണ്ട് അക്കസ് എതിർ ടീമിൽ കളിക്കുന്നതും ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് തന്നെ ചോദിക്കാം, എന്താണ് ഇന്നത്തെ കളിയിൽ നിന്ന് ഒരു ആരാധകർ പ്രതീക്ഷിക്കുന്നത്? മോനെ എന്ന് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ്? ഡയമണ്ട് അക്കസ് എതിർ ടീമിലാണ്. പിന്നെ ഇവരുടെ പിന്നെ എന്താ പറയുക, വെർച്വൽ ഗെയിമിംഗ് ആണ്. ആകെ ആശങ്കയുണ്ട്. ഉറപ്പല്ലേ? സംശയം എന്താ? ഇനി ആദ്യത്തെ കളി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈനലാ. ഇനി ഫൈനൽ നോക്കിയാൽ മതി. ഞങ്ങൾ ഫൈനൽ വരെ എത്തും. ഒരാശങ്കയില്ല. എന്തിനാ പേടിക്കണ? കളി തോറ്റെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫുട്ബോളല്ലേ, ജയിക്കും. രണ്ടാമത്തെ കളി ജയിക്കും ഉറപ്പാ. ഇറങ്ങുന്നില്ല എന്നൊരാശങ്കയില്ലേ? എന്തിന്? നമ്മളൊരു പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ബാക്കി 11 ബാക്കി 26 പ്ലേയേഴ്സിൽ ബാക്കിയുള്ള എല്ലാവരും കളിക്കണവരല്ലേ. എത്ര സൈനിങ് കിടന്നിട്ടുണ്ട്, കളിക്കും. നമ്മൾ ജയിക്കും. വാമോസ് എപ്പോഴും ഇത് എവിടെ ഉണ്ടാവും? എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ. ഒന്നുമില്ല, അതിന് സംശയം. രണ്ട് ഗോളിന് ജയിക്കും. ഡയമണ്ട് ഒക്കെ സപ്പുറത്താണ്. അതാണ് അടിക്കുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് കുറച്ച് പാടാണ്, എന്നാലും ജയിക്കും. കളി 3-0 നമ്മൾ ജയിക്കും. എന്തായാലും 3-0 നമ്മളെന്ത് ഗോൾ അടിക്കുന്നല്ല, നമ്മളെന്തായാലും ജയിക്കും. നമ്മുടെ ഗോൾ വേട്ടക്കാരനായിരുന്നു കഴിഞ്ഞ 2 സീസണിലും. ഇപ്പൊ നമ്മളൊക്കെ പുതിയ മുഖങ്ങളുണ്ടല്ലോ, നോഹയുണ്ട്, അതുപോലെ തന്നെ ജിംനേഷ് ഉണ്ട്. അങ്ങനെ പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെന്തായാലും ഗോൾ അടിക്കും, ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. 3-0 എന്തായാലും ജയിക്കും. 3-0 ബ്ലാസ്റ്റേഴ്സ് തോൽക്കും. ജയിക്കും. 2-0. ഈസ്റ്റ് ബംഗാളിൽ നമ്മള് മലയാളി ഉണ്ട്, എന്നാലും തോൽക്കും. ഡയമണ്ട് ഒക്കെ സപ്പുറത്താണ്. കഴിഞ്ഞ 2 സീസണിലെ ഗോൾ വേട്ടക്കാരനാണ്. 28 ഗോളാണ് പുള്ളി നേടിയിട്ടുള്ളത്. ഒക്കെ ശരി തന്നെ, പക്ഷെ ഇന്ന് കേരളം ജയിക്കും. അപ്പൊ ഗോൾ അടിക്കില്ല എന്നൊരു പ്രതീക്ഷ വേണോ? ഞങ്ങൾ വന്നതുകൊണ്ട് കേരളം ജയിക്കും, ഉറപ്പാണ്. കളി എങ്ങനെ വിലയിരുത്തുന്നു? ജയിക്കും. എന്നാലും ലൂണില്ലാന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ലൂണയില്ല. ഡയമണ്ട് ഒക്കെ സപ്പുറത്തെ ടീമിലാണിപ്പോൾ. കഴിഞ്ഞ 2 കളികളിലും 2 സീസണിലും നമ്മുടെ ഗോൾ വേട്ടക്കാരനാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരനായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ട് ജയിക്കും. അടിപൊളിയായിരിക്കും ഇന്നത്തെ കളി. ഇന്നത്തെ നമ്മൾ ജയിക്കും. ഇന്നത്തെ കളി എന്തായാലും ജയിച്ചിരിക്കും. ഈസ്റ്റ് ബംഗാള് എത്ര ഗോൾ അടിക്കുന്നല്ല പ്രതീക്ഷയുണ്ടാ? നമ്മളൊരു 2-1 ജയിക്കാൻ സാധ്യത കൂടുതലുണ്ട്. 3-0. ഈസ്റ്റ് ബംഗാൾ നോവാസത് 2 അവരുടെ ആക്രമണം തന്നെ ഭയങ്കര ശക്തമാണ്. 2-1 നമ്മൾ ജയിക്കാൻ സാധ്യത. മാവേലിക്കര, ആലപ്പുഴ. എന്തായി ജയിക്കോ? ഹോപ്പ് മാത്രം. 2-0. ഇല്ല, അടിക്കില്ലെന്ന വിശ്വാസം. ദിമിത്രിയൊക്കെ അപ്പുറത്തല്ലേ, നോക്കാം. ഡയമണ്ടസൊക്കെ നോക്കാം. ജയിക്കും. കളി കേരളം ജയിക്കും ഉറപ്പായിട്ട്. കഴിഞ്ഞ കളി ഇത്തിരി മോശമായി കളിച്ചാൽ ഈ തവണ അതൊക്കെ ആ പിഴവൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കളിച്ച് ഈ തവണ ജയിച്ചിരിക്കുക. ലാസ്റ്റും പകുതി വരെ കളി മോശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പിടിച്ചുള്ളൂ. പൊരുതിയിരുന്നു. കളി മിഡ്ഫീൽഡിൽ ഇത്തിരി മോശമായിരുന്നു. എപ്പോഴും കളി മിഡ്ഫീൽഡിലാണ് മോശമായി പോകും. ഇപ്പോഴും മിഡ്ഫീൽഡ് ശക്തമല്ല. അത് ആ പിഴവൊക്കെ മാറ്റി കളിക്കുകയാണെങ്കിൽ നമ്മൾ കളി ജയിക്കൂ. ലൂണ ഇറങ്ങുന്നില്ല. ഡയമണ്ട് അക്കസ് ഇവിടെ ഈസ്റ്റ് ബംഗാളിന്റെ കൂടെയാണ്. അപ്പൊ പക്ഷെ പുതിയ കോച്ചിന്റെ കൂടെ എല്ലാവരും ഭംഗിയായിട്ട് കളിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയുള്ള മുന്നോട്ട് പോക്ക്. ഈ കളി എന്താ ജയിച്ചിരിക്കൂ. പുതിയ കോച്ചിന്റെ ഗെയിമിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? അതിപ്പോ നമ്മൾ തുടക്കങ്ങളിലെ കണ്ടോളൂ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മിഡ്ഫീൽഡില് ഒരു രക്ഷയില്ല. മിഡ്ഫീൽഡ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കളി മുന്നോട്ട് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. കേരളം ജയിക്കോ? തീർച്ചയായും നമ്മ തന്നെ ജയിക്കാൻ പോണ്. 3-0. ഞാൻ പറഞ്ഞു ഓൾറെഡി. 3-0 കേരളയ്ക്കും. 3-0 ഇല്ല, അടിക്കില്ല. ഉറപ്പ് ശക്തമായ പ്രതിഷേധം. കേരള ജയിക്കുന്നത് കളി 3-0.
കഴിഞ്ഞ കളി ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ ആ ഇത്ര സ്കോർ അതിനേക്കായി ശക്തമായിട്ട് തിരിച്ചു വരും. കഴിഞ്ഞ കളി കുഴപ്പമില്ലായിരുന്നു. ഈസ്റ്റ് ബംഗാളിന്റെ ഒപ്പമാണ്. അല്ലല്ല നമ്മളെ നമ്മളെ കപ്പ് നമ്മൾ 2-0 നമ്മൾ ജയിക്കും, ഒന്നും പറയാല്ല. കേരളം വിട്ട് കളിയില്ല, അടിച്ചു പരത്തല്ല അതില്. ലൂണയില്ല, ലൂണുണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ ജയിക്കും, ജയിക്കും. നമ്മളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കും. 7-0. ഫസ്റ്റ് അടി വെച്ചിട്ട് എല്ലാ ഭാഗ്യം ഇതിൽ വിട്ടു. ഈസ്റ്റ് ബംഗാൾ പഠിച്ചാണ് കൊടുക്കും. ഉറപ്പായിട്ട് ജയിക്കും, ഉറപ്പായിട്ട്. കളി എങ്ങനെ വിലയിരുത്തുന്നത്? കളി സൂപ്പറായിരിക്കും, ജയിക്കും പ്രതീക്ഷ. മിക്കായൽ സ്റ്റാർ എന്ന പുതിയ പരിശീലകന്റെ വെർച്വൽ ഗെയിമിംഗ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഒരു വശത്ത്, അതുപോലെ ക്യാപ്റ്റൻ ലൂണ കളിക്കാൻ ഇറങ്ങാത്തത്, പനി കാരണം അദ്ദേഹം കളിക്കാൻ ഇറങ്ങാത്തതിന്റെ പ്രശ്നം. ഡയമണ്ട് ഡക്കസ് കഴിഞ്ഞ 2 സീസണിലായിട്ട് കേരളത്തിന്റെ തന്നെ ഗോൾ വേട്ടക്കാരനായി 28 ഗോളാണ്. അത് ഏറ്റവും മികച്ച കളിക്കാരനുമായിരുന്നു. അദ്ദേഹം ടീമിലില്ലാത്തതും അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി എതിരാളിയായി കളിക്കുന്നതും വലിയൊരു ആശങ്കയായി തുടരുന്നുണ്ട്. എന്തായാലും ആരാധകർ ആവേശത്തിലാണ്. ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. 3-0 എന്ന് തന്നെയാണ് പറയുന്നത്. ഈസ്റ്റ് ബംഗാൾ ഗോളൊന്നും അടിക്കില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം. എന്തായാലും 7:30ക്കാണ് മത്സരം തുടങ്ങുന്നത്. കാത്തിരുന്ന് കാണാം.